പാതിരാ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളാണ് വിവിധ ദേവാലയങ്ങളിൽ നടക്കുന്നത്. നമുക്കിനി കോഴിക്കോടേക്ക് പോകാം. ദേവമാതാ കത്തീഡ്രലിൽ നിന്ന് മിഥില ബാലനാണ് വിശേഷങ്ങളുമായി ചേരുന്നത്. മിഥില, ഹാപ്പി ക്രിസ്മസ്. കോഴിക്കോട് വലിയ ആഘോഷം നടക്കുന്ന ഒരു ദേവാലയമാണ് ദേവമാതാ കത്തീഡ്രൽ. അവിടെ പാതിരാ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? എത്രത്തോളം തിരക്കനുഭവപ്പെടുന്നുണ്ട് പള്ളിയിൽ? പ്രവിത, ഹാപ്പി ക്രിസ്മസ്. ഇപ്പോൾ ഉള്ളത് പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവമാതാ കത്തീഡ്രലാണ് ഞാനുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവാണ്. അദ്ദേഹം അല്പസമയം മുമ്പാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഈ പാതിരാ ശുശ്രൂഷകൾക്കെല്ലാം തന്നെ അദ്ദേഹമാണ്, തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് അദ്ദേഹമാണ് കാർമ്മികത്വം വഹിക്കുക. അതിനായി അദ്ദേഹം അല്പസമയം മുമ്പാണ് ബിഷപ്പ് ഹൗസിൽ നിന്നും ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. വിശ്വാസികളെല്ലാം തന്നെ നേരത്തെ മുതൽ തന്നെ ഈ പള്ളിയിലേക്ക് അല്ലെങ്കിൽ ദേവമാതാ കത്തീഡ്രലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ കോഴിക്കോടിനെ സംബന്ധിച്ച്, ഈ ദേവമാതാ കത്തീഡ്രലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരട്ടി മധുരമാണ് ഈ ക്രിസ്മസ് എന്നത്. കാരണം കോഴിക്കോട് അതിരൂപതയായി ഉയർത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. അതിൻ്റെ ഒരു ഇരട്ടി മധുരം അദ്ദേഹം അല്പസമയം മുമ്പ് നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തിനായാലും അല്പസമയത്തിനകം തന്നെ തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് തുടക്കമാകും. ഇപ്പോൾ അദ്ദേഹം ഈ ദേവമാതാ കത്തീഡ്രലിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഓരോ വിശ്വാസികളെയും കണ്ട് കുശലം പറഞ്ഞതിന് ശേഷമാണ് ഈ ദേവാലയത്തിനുള്ളിലേക്ക് കയറിയിട്ടുള്ളത്. അല്പസമയത്തിന് ഇത് തുടക്കമാകും. ഈ ദേവമാതാ കത്തീഡ്രലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട്ടെ ഏറ്റവും വലിയ പുൽക്കൂട് ഒരുക്കിയിട്ടുള്ളതും ഇവിടെ തന്നെയാണ്, ദേവമാതാ കത്തീഡ്രലാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിശേഷതകൾ ഈ ക്രിസ്മസിന് പങ്കുവെക്കാനുണ്ട്. അല്പസമയത്തിനകം എന്തുതന്നെയായാലും കരോൾ അല്പസമയം മുമ്പ് സമാപിച്ചു. ഇനിയുള്ളത് തിരുപ്പിറവി ശുശ്രൂഷകളാണ്. അതിനെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ബിഷപ്പ് അതിന് നേതൃത്വം വഹിക്കും. പ്രവിത. ശരി, മിഥില ബാലനാണ് ദേവമാതാ കത്തീഡ്രലിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.